നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഇതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞും സാറ് മറ്റാരോടെങ്കിലും മേൽ പ്രശ്നം ഉണ്ടാക്കാൻ പോയാല് ഒരു ദിവസത്തേക്കല്ല എന്നേക്കുമായിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. വിട്ടുകളയേ സർ. ഞാൻ കാണിച്ചൊരു അബദ്ധ, അല്ലാതെ വേറൊന്നുമില്ല. അയാൾ പറഞ്ഞൊക്കെ കള്ളവാ. ഇന്ദ്രജേ, നീ ഇവിടെ നിൽക്കുകയാണോ? എന്താ? അല്ല, ഇതാരാ നമ്മുടെ കിച്ചണിൽ പുതിയ ഒരുത്തൻ? അത് നമ്മുടെ രാജുവിന്റെ ബന്ധുവാ. അപ്പോ രാജുവിനെ വരില്ലേ? അയാളുടെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ടാ പോയത്. അവര് ഹോസ്പിറ്റലിലാണെന്നാ തോന്നുന്നത്. അതുവരെ പകരം നിർത്തിയിരിക്കുന്നേ അയാളെ. ഇവനിനി ഏത് ടൈപ്പാണാവോ? ഏത് ടൈപ്പായാലും നമുക്കെന്താ? അയാൾ അടുക്കളയിൽ പണിയെടുക്കുന്നു, അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. പക്ഷേ രാജു അങ്ങനെ ആയിരുന്നില്ലല്ലോ. ശമ്പളം വാങ്ങുന്നത് ആന്റിയുടെ കയ്യിൽ നിന്നും കൂറ് മുഴുവൻ നന്ദിനിയുടെ അടുത്തും. രാജുവിനോട് ഡാഡിക്കൊരു സെന്റിമെന്റ്സ് ഉള്ളതുകൊണ്ടാ വിഡ്ഢിത്തരങ്ങൾ കാണിക്കുമ്പോ ഇറക്കി വിടാത്തത്. ഇയാളോട് നമുക്ക് അങ്ങനെ അല്ലല്ലോ. നമുക്ക് ആർക്കെങ്കിലും പിടിച്ചില്ലെങ്കിലേ ആ നിമിഷം ഇറങ്ങിക്കോളാൻ പറയാം. എന്തോ എനിക്കറിഞ്ഞൂടാ. ആര് കയറി വന്നാലും നമ്മൾ പേടിക്കണം. കാരണം കയറി വരുന്നവരൊക്കെ ഓരോ പണിയും കൊണ്ടാ വരുന്നേ. അവന്റെ പേരെന്താ? എന്തോ മണിയെന്നോ മറ്റോ അവൻ പറഞ്ഞത്. ആ, നല്ലോണം നിന്നാ അവന് കൊള്ളാം. അല്ലെങ്കിൽ രാജുവിനോടുള്ള ദേഷ്യം മുഴുവൻ ആന്റി ഇവനോടായിരിക്കും തീർക്കുന്നേ. രാജേട്ടാ, രാജേട്ടാ, എന്താ മോളെ? അയ്യോ, നേരം വെളുക്കുന്ന മുതൽ രാത്രി വരെ രാജേട്ടാന്ന് വിളിച്ച് ശീലിച്ച് ആ പേരെ നാവില് വരും. അത് കുഴപ്പമൊന്നുമില്ല. മോക്കതാ വായി വരുന്നെങ്കിൽ അങ്ങനെ വിളിച്ചോ. രാജു ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. മോളെ സ്വന്തം പെങ്ങളെ പോലെ കാണണമെന്നു. അങ്ങനെ മണിയും പെരുമാറുള്ളൂ. രാജുവിനെ എങ്ങനെ കണ്ടിരുന്നു അങ്ങനെ എന്നെയും കാണാവുള്ളൂ കേട്ടോ. ശരി. അല്ല, മണിച്ചേട്ടൻ ഇതിനു മുമ്പ് എവിടെയാ ജോലി ചെയ്തിരുന്നത്? ഓ, അത് പറഞ്ഞ ഭയങ്കര രസാ മോളെ. എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാ. എന്തിന്? ഓ, നമ്മളൊക്കെ പാവങ്ങളല്ലേ മോളെ. ഇത്തിരി ഭക്ഷണം എടുത്ത് കഴിച്ചേനാ. ഭക്ഷണം എടുത്ത് കഴിച്ചതിന് പുറത്താക്കിയോ? എന്തൊരു കഷ്ട. അതെ, ഒരു ഞായറാഴ്ച അവിടുത്തെ സാറ് പുറത്തു പോയിട്ട് വന്നപ്പോ കാടക്കോഴികളെ മേടിച്ചോണ്ട് വന്നു. ഒരു 10 എണ്ണം കാണും. ഞാനാണെങ്കിൽ കാടക്കോഴികളെ നന്നായിട്ട് വെക്കും. മാത്രമല്ല, എനിക്ക് കാടക്കോഴി എന്ന് പറഞ്ഞ ജീവനാ. ഞാൻ കാടക്കോഴി വെച്ചാല് ഒറ്റ ഇരിപ്പിന് ഒരുത്തം 10 എണ്ണം കഴിക്കും. എന്നിട്ട് അതല്ലേ മോളെ ഞാൻ പറഞ്ഞത്. ഞാൻ കാടക്കോഴി വെച്ച ഒരുത്ത ഇരുന്ന എരിപ്പിന് 10 എണ്ണം തിന്നുവന്നു. എനിക്ക് മനസ്സിലായില്ല. ഇരുന്ന എരിപ്പിന് 10 എണ്ണം തിന്നു മോളെ. ആര്? ഞാൻ തന്നെ. വീട്ടുകാർ കയ്യും കഴുകി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ കലം പോലും കഴുകി വെച്ചിരിക്കല്ലേ. എന്റെ ഈ മുടിഞ്ഞ വിശപ്പാ മോളെ പ്രശ്നം. എന്തെങ്കിലും നല്ല ഭക്ഷണത്തിന്റെ മണം വന്ന എനിക്കിതങ്ങനെ തോണ്ടിയിരിക്കണം. ഇവിടെ അതൊന്നും നടപ്പാവെന്ന് തോന്നുന്നില്ല മണിച്ചേട്ടാ. കുഴപ്പമില്ല, എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ബാക്കി ഉണ്ടാവുമല്ലോ. മോളതങ്ങ് വടിച്ചു കൂട്ടി മണിച്ചേട്ടന്റെ പാത്രത്തിലങ്ങ് വെച്ചാ മതി. അതുവരെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നോളാം. മോളൊന്ന് മാറിക്കേ. അത് പറഞ്ഞപ്പോഴാ എന്തേലും പച്ചക്കറി കഴിച്ചില്ലെങ്കില്